അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ്. യൂഷ്വലി ഞാൻ രാവിലെ പ്രെയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി കുറച്ച് ടൈം ഞാൻ മാറ്റി വെക്കും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തന്നെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസും മെഡിറ്റേഷനൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ മെഡിറ്റേഷൻ്റെ വിഷ്വലൈസേഷനൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ പറഞ്ഞിട്ടുള്ളതുപോലെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് അഫർമേഷൻസ് ഒക്കെ ഉണ്ട്, അത് വായിക്കും. ആൻഡ് ഓൾസോ ഞാൻ കുറച്ച് ജേർണലിംഗ് ഒക്കെ രാവിലെ, ജേർണലിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുത്തിക്കുറിക്കും. അപ്പോഴേക്കും പൊന്നൂസും ഡാഡി എഴുന്നേറ്റ്. അപ്പോൾ പൊന്നു വന്നു, പിന്നെ എൻ്റെ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നെക്സ്റ്റ് ആളെ ഇനി നോക്കണമല്ലോ. അപ്പോൾ ഈ മോർണിംഗ് എഴുന്നേൽക്കുമ്പോഴുള്ള ടൈം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രഷ്യസ് ടൈം. ആ ഒരു ബോണ്ടിങ് നമുക്ക് എപ്പോഴും വേണം, അതാണ് ആ ഒരു പവർ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ രാത്രിയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയായിരുന്നു ഉറക്കമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ച് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ റൂമിൽ പോയി ഞാൻ എടുക്കും. ഇന്ന് താഴത്തെ എഴുന്നേറ്റ് വന്നു. പിന്നെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവളെ കൊണ്ട് രാവിലെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അഫർമേഷനൊക്കെ പറയിപ്പിക്കും. അപ്പോൾ ഞാൻ കുറച്ച് അഫർമേഷൻ പറയും. ഐ എം സ്മാർട്ട്, ഐ എം ബ്രേവ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് ആളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഡേ തുടങ്ങുന്നത്. പിന്നെ ശ്രീയനെ പല്ല് തേക്കുകയും അങ്ങനെ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് നടക്കാൻ പോകും. അപ്പം ചില ദിവസങ്ങളിൽ മഴയൊക്കെ ആണെങ്കിൽ ഈ നടപ്പ് നടക്കത്തില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ആൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരാളെ കൊണ്ടൊരു ക്രിയേറ്റീവായിട്ട് ഒരു പടമൊക്കെ വരപ്പിക്കുകയാണ്. ഞാനും അതിനകത്ത് കൂടും. ചിലപ്പോൾ ആൾ പടമൊക്കെ വരച്ചിട്ട് അത് കട്ട് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കും. അപ്പോൾ ആ രാവിലത്തെ ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാനത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും തീരും, അവരും നല്ല എൻജോയ്ഡ് ആയിട്ടിരിക്കും. പിന്നെ നെക്സ്റ്റ് ആസ് യൂഷ്വൽ നമ്മുടെ യൂണിഫോം ടൈം. അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാക്കണം. അപ്പം ഈ രാവിലെ ചെയ്യുന്നതിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവരെ കൊണ്ടൊന്ന് ഒരു ബുക്ക് വായിപ്പിക്കണമെന്ന്. അപ്പോൾ ചില ദിവസങ്ങളിൽ അത് പറ്റത്തില്ല. അപ്പോൾ ഇന്ന് എനിക്കത്ര ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ മുടി കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആളുടെ കയ്യിലൊരു ബുക്ക് കൊടുത്തു. എന്നിട്ട് ആ ബുക്ക് വായിപ്പിക്കും. അപ്പോൾ ഈ ബുക്കിൽ യൂഷ്വലി ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ബുക്കാണ്, അത് അവൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ ഉള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെ ഇങ്ങോട്ട് എന്നോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും, ഒരു ഇൻട്രാക്ഷൻ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും കുട്ടികളിൽ ആ ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ മോർണിംഗും ഈവനിങ്ങും ഒരു ബുക്ക്, സ്റ്റോറി ബുക്കോ അല്ലെങ്കിൽ എനിക്ക് കിൻഡിൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ബുക്കുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നാണെങ്കിലും ഒരു സ്റ്റോറിയൊക്കെ ഞാൻ ആളെ അടുത്തിരുത്തി വായിപ്പിക്കാറുണ്ട്. അപ്പം അതൊരു ബെറ്റർ തിങ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ റീഡിങ് ഹാബിറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു. ഇന്ന് എനിക്കൊരു ഓഫുള്ള ഡേ ആയതുകൊണ്ട് എനിക്കൊരുങ്ങണ്ടായിരുന്നു. പിന്നെ ഞാനപ്പോൾ ജസ്റ്റ് ഇവളെ ആക്കാൻ വേണ്ടി ഒരു ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ആളെ ഞാൻ കാർ സീറ്റിലൊക്കെ ഇരുത്തി അങ്ങനെ സെറ്റാക്കി സ്കൂളിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഇനി സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്കൂളിലോട്ട് പോകാൻ നേരത്തെന്ന് വെച്ചാൽ ആൾ പുറകെ നിന്ന് എന്തോ പടമൊക്കെ വരയ്ക്കുവാണ്. എന്നിട്ട് എന്നോട് ഇന്ന് വൈകിട്ട് വന്നിട്ടുള്ള പരിപാടികൾ എന്താണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് പാർക്കിൽ നടക്കാൻ പോകുന്നുണ്ടോ അല്ലേ എന്തൊക്കെയാണെന്നും. അപ്പോൾ എനിക്ക് ഓഫുള്ള ഡേയ്സിൽ ആൾ 1:15 സ്കൂൾ കഴിയും. അല്ലെങ്കിലാണെങ്കിൽ 4 മണി വരെ സ്കൂളുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ആഫ്റ്റർ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പോൾ കാറിലിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ആഫ്റ്റർ സ്കൂൾ ഉണ്ടോ. അപ്പോൾ ഇല്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ ആൾക്ക് ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് ആഫ്റ്റർ സ്കൂൾ ഇല്ലെന്നൊക്കെ പറഞ്ഞ കാരണം ഇച്ചിരി എക്സൈറ്റഡ് ആണ്. എന്നിട്ട് അപ്പം നമുക്ക് തിരിച്ചു വരാൻ നേരത്തെ ഇന്ന് ഒരു ബൈക്ക് റൈഡിനൊക്കെ പോകണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വെതർ നല്ലതാണെങ്കിൽ ഞാൻ മാക്സിമം പറയുന്നതൊക്കെ ചെയ്യാറുണ്ട്. വെതർ ഓക്കെ അല്ലെങ്കിൽ ഹാർഡാണ് ഇവിടെ തണുപ്പിൻ്റെ. പിന്നെ ഇപ്പോൾ ആൾ സ്കൂളിലോട്ട് ഞാൻ ആക്കി ആ ഗേറ്റിലോട്ടാക്കിയിട്ട് തിരിച്ചു വന്നു. അപ്പം രാവിലത്തെ മെയിൻ ഡ്യൂട്ടി ആണല്ലോ കുഞ്ഞിനെ ഒരുക്കി വിടുക എന്ന് വെച്ചാൽ, അത് തീരുമ്പോഴേക്കും നമ്മൾ ഇച്ചിരി ഫ്രീ ആകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മോർണിംഗ് കുറച്ച് റൂട്ടീൻസൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് ഉള്ളൊരു കാര്യമാണ് ഒരു 10 to 20 മിനിറ്റ്സ് ഒരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത്. അതെനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് പൊന്നു വെച്ചിട്ട് നേരത്തെ എഴുന്നേറ്റു. അപ്പം ഞാൻ കിൻഡിലൊക്കെ എടുത്ത് വെച്ച് എൻ്റെ ഒരു ബുക്കും വായിച്ചൊരു കോഫിയും കുടിച്ച് അങ്ങനെയാണ് എൻ്റെ ഒരു റൂട്ടീൻ രാവിലത്തെ. ബൈ ബൈ.